കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കുന്നു. അടിമാലിയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് വഴിതടയൽ സമരം. നേര്യമംഗലം മേഖലയിൽ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ അനുകൂല സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വിവരങ്ങളുമായി ലാൽ കൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, ഗുഡ് ഈവനിംഗ്. എങ്ങനെയാണ് ഈ ദേശീയപാത ഉപരോധം ഇപ്പോൾ അവിടെ നടക്കുന്നത്? കൃഷ്ണ, ദേശീയപാത ഉപരോധം അവസാനിച്ചിട്ടുണ്ട്. നാളെയാണ് ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുക. കേസ് പരിഗണിക്കുന്ന സമയത്ത് അനുകൂലമായ സത്യവാങ്മൂലം, അതായത് ഇത് വനഭൂമിയല്ല മറിച്ച് പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ തന്നെ ഏറ്റെടുത്ത ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കണം എന്നുള്ളതാണ് സമരക്കാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചനാ സമരമാണ് ഇന്ന് നടന്നത്. ഇതിന് അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചത്. ഏകദേശം അരമണിക്കൂറോളം ആ പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. അടിമാലി നഗരത്തിൽ തന്നെയായിരുന്നു ഉപരോധമുണ്ടായത്. മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളും അതോടൊപ്പം വിനോദയാത്രയ്ക്ക് ശേഷം തിരിച്ചു പോകുന്ന ആളുകളും ജോലി കഴിഞ്ഞ് പോകുന്നവരടക്കം ഏറെ നേരം അവിടെ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥ വന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉടനെ തന്നെ അനുകൂലമായൊരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് സമരക്കാരുടെ ആവശ്യം. മാത്രമല്ല, നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം പൂർണ്ണമായും നിലച്ചിടങ്ങൾ പതിവാകുന്നുണ്ട്. ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഹൈറേഞ്ച് മേഖലയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കടക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സമരം നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.